ബുക്ക് ചെയ്തിട്ട് കിടന്നത്. ആദ്യം വിളിക്കുന്നത് ഞാനായിരിക്കണമെന്ന് കരുതിയിട്ട്. പക്ഷെ നീ എന്നെ പറ്റിച്ചു. നിന്നോട് ആരോട് ആദ്യം വിളിക്കാൻ പറഞ്ഞത്? എനിക്കറിയാം നീ വെളുപ്പിനെ എന്നെ വിളിക്കുമെന്ന്. അതുകൊണ്ടല്ലേ അതിന് മുമ്പേ ഉണർന്ന് ഞാൻ വിളിച്ചത്. നമ്മൾ ഒരുമിച്ചല്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ ജീവിതത്തില്. ഐ മിസ് യുടാ. മിസ് യു ടൂടാ. കഷ്ടായി പോയി. ഞാനിവിടെ ആരോടും മിണ്ടിട്ടില്ല ബർത്ത്ഡേയുടെ കാര്യം. സണ്ണി ചായനോടും ബേബ് ആന്റിയോടും പപ്പയോടും മമ്മിയോടും ഒക്കെ പറഞ്ഞേക്ക് ഇന്ന് ആഘോഷം ഒന്നും വേണ്ടാന്ന്. ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. ഓക്കേടാ. പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അതിനു മുൻപ് നിനക്കും ഉണ്ട് ഒരു സർപ്രൈസ്. അതെന്താ? ആദ്യം നിന്റെ സർപ്രൈസ് പറ. ആദ്യം നീ പറ. ഓക്കെ, നീ ഫോൺ വെച്ചിട്ട് നേരെ വീട്ടിൽ ചെന്ന് എന്റെ ബെഡ്റൂമിൽ ഹെഡ് റെസ്റ്റിന്റെ മുകളിലെ ഷെൽഫ് തുറന്നു നോക്ക്. ഓക്കെ, അതിനു മുമ്പ് എന്റെ സർപ്രൈസ്. നീ ഫോൺ വെച്ചിട്ട് ആ റൂമിന്റെ വാതിൽ തുറന്നു നോക്കിയേ. നോക്ക്, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ. Happy birthday to you, Sona. And all the best from Abby. ഇന്നലെ പാതിരാക്കി അവൻ ഫോൺ ചെയ്തിട്ട് രാത്രി തന്നെ എവിടുന്നെങ്കിലും ഒരു ബൊക്കെ സംഘടിപ്പിച്ച് രാവിലെ സോനയെ വിളിച്ചുണർത്തി തരാൻ ഞങ്ങളെ ഏൽപ്പിച്ചു. രാത്രി ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. മിനിമം 5-6 പ്രാവശ്യം വിളിച്ചു കാണും. പുലർച്ചെ വീണ്ടും വിളിച്ചു. ഹാപ്പി ബർത്ത്ഡേ സോന. താങ്ക് യു. I miss you, Da. I miss you very, very badly. നമ്മൾ ഒരുമിച്ചല്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ. Let us pray to God that this never happens again. Never ever again. With love and all the best on your our happy birthday, Sona. When you want me, you just close your eyes and I will be with you. Only a heartbeat away. When you want me, you just close your eyes and I will be with you. Only a heartbeat away. Sona. നിനക്കെന്നെ കാണുമെന്ന് തോന്നുമ്പോൾ നീ നിന്റെ കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. ഒരു ഹൃദയമിടിപ്പിന്റെ ദൂരത്തിനപ്പുറം. അപ്പോൾ ഞാൻ നിന്റെ അരികിലുണ്ടാവും. എബി, ബാംഗ്ലൂരിന് നാളെ പുലർച്ചയ്ക്ക് എത്തുന്ന അവള് വിളിച്ചിരുന്നോ? നേരെ കോളേജിലേക്കേ വരാം. ഞങ്ങൾ പിക്കപ്പ് ചെയ്യണോ അതോ നീ പോവോ? ഞാൻ പോയിക്കോളാം മായമ്മി. അവൾ എന്നെ വിളിച്ചിരുന്നു. എനിക്ക് എന്താ പറ്റിയത്? ഞാൻ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടിയത്? ഒരിക്കലും ഒരു സ്വപ്നത്തിൽ പോലും തോന്നാൻ പാടില്ലാത്ത കാര്യമല്ലേ ഇത്? എന്നിട്ടും എന്തുകൊണ്ട് എനിക്കങ്ങനെ തോന്നി? അവളിതറിഞ്ഞാൽ എങ്ങനെയാവും റിയാക്ട് ചെയ്യുക? ഒരുപക്ഷെ അവളങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ലെങ്കിൽ ഒക്കെ വെറുതെ ആവില്ലേ? ലോകത്തിൽ ഒരാൺകുട്ടിക്കും പെൺകുട്ടിക്കും ഫ്രണ്ട്സ് മാത്രമായി കഴിയാൻ പറ്റില്ലെന്ന് വർഷ പറഞ്ഞത് സത്യമാണെന്ന് വരില്ലേ? ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല ഒരിക്കലും. അറിയാതെ മനസ്സിൽ തോന്നിയതൊക്കെ മനസ്സിനകത്ത് തന്നെ കുഴിച്ചു മൂടിക്കോളാം ഞാൻ. എനിക്കതിന് കഴിയും. അതിനുള്ള ശക്തി തരണം. ഈ നിമിഷം മുതൽ അവൾ എൻ്റെ പഴയ സോനയാണ്. എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് മാത്രമായ സോന. ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും. ഐ പ്രോമിസ് ബിഫോർ യു മൈ ലോർഡ്.
കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം. ഹലോ ബോണസ്. ഹായ് എബി. ഹായ് പ്രകാശ്. സായമിസിന് സേഫ് എത്തിച്ചിട്ടുണ്ടോ? താങ്ക് യു. ഓ മറന്നു പ്രകാശ്, കൺഗ്രാലേഷൻസ്. താങ്ക് യു. അല്ല, ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് പ്രൈസ് പ്രതീക്ഷയാണല്ലോ, എന്ത് പറ്റി സെക്കൻഡ് ആയി പോയെ? ഒക്കെ ഒരു തരം ക്ലിക്കാ. സെന്റ് ആന്റണീസിലെ മായാവർമ്മക്ക് കുച്ചിപ്പിടിക്ക് ആദ്യം ഫസ്റ്റ് ഡിക്ലെയർ ചെയ്താ, പിന്നെ തിരുത്ത് വന്നത് സെക്കൻഡായി. അതോടെ നമ്മുടെ യൂണിവേഴ്സിറ്റി സെക്കൻഡ് നിന്നും തേർഡിലേക്ക് ദേ കിടക്കുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം കൺഫ്യൂഷൻ ഇല്ലായിരുന്നു അല്ലേ, ഇവരുടെ നാട്ടകം. അതെ, മൊത്തം 38 നാടകങ്ങൾ പ്രസന്റ് ചെയ്തതിൽ 37 സ്ഥാനത്തെത്തിയല്ലോ. ഊതണ്ട, നല്ല അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. പലരും പറഞ്ഞു ജഡ്ജസിന് വിവരമില്ലാതെ പോയതിന് ഞങ്ങൾ എന്ത് ചെയ്യാനോ. ഓക്കേ അബി, സീ യു സോന. Okay. ഇന്ന് കോളേജ് വരുന്നില്ലേ? പിന്നെ ഓക്കേ ബൈ. പിന്നെ എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങള്? ആദ്യം നിന്റെ വിശേഷങ്ങൾ പറ. അതൊക്കെ വീട്ടിലെത്തി ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് പറയാം. ആ പിന്നെ ഞാനിവിടെ ഇല്ലാത്തപ്പോ വല്ല ബോംബും വീണ് പൊട്ടിയോ? ഒരു വലിയ ബോംബ് വീണു, പക്ഷെ പൊട്ടിയില്ല. ഓ, വർഷയുടെ ബോംബ് അത് ഇനിയും പൊട്ടിയില്ലേ? അയ്യേ, അവളെയും കൊള്ളൂല, നിന്നെ പിന്നെ ഒട്ടും കൊള്ളൂല. ഇനിയിപ്പൊ ഞാൻ നേരിട്ട് ഇടപെടാം. നീ അങ്ങേ ഞാൻ ഇങ്ങേ, ഇൻപം കാൺപതും എങ്കേ, ഇൻപം കാൺപതും ഇങ്ങേ. വന്നാച്ചാ സൗഖ്യമാ? ഞാനില്ലാത്ത സമയത്ത് കാതൽ മന്നൻ ചിന്നയ്യ വന്നെന്ന് കേട്ടു. எப்படிണ്ട് காதல்? அந்த கதையை ஏன்பா கேக்குற? என்ற காதலு கத்திரிக்காய் குழம்புல ஓட்ட கருவாடு கணக்கா இருக்குது. இந்த வருஷமும் பொங்கலுக்கு முன்னாடி அந்த ஆளோட அம்மா சாகலன்னு வையி, இன்னும் 10 வருஷத்துக்கு சாவே கிடையாது ஜோசிகார சொல்லி போட்டாப்பா. இந்த மாதிரி சிச்சுவேஷன் நீ எந்த படத்துலயாவது பாத்துருக்கியாப்பா? இதுவரை ஒரு படத்திலும் பாத்துட்டிല്ല. நான் பாக்குற வரைக்கும் பாப்பேன். என்னோட செமைய ரொம்ப சோதனை பண்ணாங்க. சாப்பாட்டுல பூச்சி மருந்தை கலக்கி அந்த கிளவிய க்ளோஸ் பண்ணிடுவேன். പൂച്ചി മരുന്നാ? ടിക് 20. കറക്റ്റ്. ചോറിലെ ടിക് 20 കലക്കി തള്ളയെ തട്ടിക്കളയാൻ പറ. ഓക്കേ. അത് ശരി. യൂത്ത് ഫെസ്റ്റിവലിന്റെ ബാക്കി ഡാൻസ് ഇവിടെയുണ്ടോ? ദേ മായ വിളിക്കുന്നു സോനെ. അങ്ങോട്ടല്ലേ പോണത് ബേബാൻഡി? ആദ്യം ഇവിടെ ഹാജർ വെക്കണ്ടേ? ഒന്നിങ്ങ വന്നേ. വാ. പെട്ടെന്ന് ടീഷർട്ടും പാൻറ്റും ഒരുക്കേ. എന്നിട്ട് ഇതൊന്നിട്ടെ. ഗാർഡൻ സിറ്റിന്ന് സോനയുടെ വക നിനക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ്. എങ്ങനെയുണ്ട്? ചെല്ല്. എന്നിട്ട് എനിക്കുള്ള ഗിഫ്റ്റ് എടുത്തോണ്ട് വാ. വേഗം ഔട്ടടാ. ഞാൻ അവൾക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലല്ലോ. ഓ ഗോഡ്, എന്താ ഞാനത് മറന്നേ? വേഗം. എന്ത് കറക്റ്റ് ഫിറ്റിംഗ്. ജിജോട് ഞാൻ ബെറ്റ് വെച്ചതാ, ഷോപ്പിംഗിന് പോകുമ്പോ ഞാൻ വാങ്ങണത് നിനക്ക് കറക്റ്റ് ആയിരിക്കും പറഞ്ഞ്. എപ്പോഴെങ്കിലും നീ വാങ്ങിയിട്ട് ഇത്ര കറക്റ്റ് ഫിറ്റിംഗ് കിട്ടിയിട്ടുണ്ടോ? അതാണടാ ഈ സോന. ആ, എന്റെ ഗിഫ്റ്റ് ഇവിടെ. എനിക്ക് ചുരിദാറും മിടിയൊന്നും വേണ്ട, സംതിങ് സ്പെഷ്യൽ. എടുക്കടാ. ഞാൻ വാങ്ങാൻ മറന്നു. മറന്നോ? അത് ശരി. അപ്പൊ 5-6 ദിവസം കാണാതായപ്പോഴേക്ക് നീ എന്നെ മറന്നു അല്ലേ? എന്താടാ? എന്താ നിനക്ക് ഫീൽ ചെയ്തോ? ഞാൻ വെറുതെ പറഞ്ഞല്ലേടാ. എന്നെ മറന്നോണ്ട് ഒരു നിമിഷം പോലും നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിഞ്ഞൂടെ? നിനക്കറിയോ, നീ ഇല്ലാഞ്ഞിട്ട് ആ ബഹളത്തിനൊക്കെ ഇടയിലും ഐ ഫീൽ സോ ലോൺലി, സോ ഏലിയൻ. സോന, ദേ മമ്മി വിളിക്കുന്നു. ഇന്ന് കോളേജിലേക്ക് നീ ഈ ഡ്രസ് തന്നെ ഇട്ടിട്ട് വന്നാ മതി. ഓക്കേ? ഓക്കേ. ഇതെന്ത് മാത്രം നോട്ട്സാടാ? ഇത് മുഴുവൻ പകർത്തി എഴുതി വരുമ്പോഴേക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ആ ഫിസിക്സ് നോട്ടിങ് എടുത്ത് എന്നിട്ട് അതൊന്ന് പകർത്തി എഴുത്. അപ്പോഴേക്കും ഞാൻ ഇത് തീർക്കാം. ഓയ്, ഹേയ്, നിനക്ക് ബാംഗ്ലൂർ വിശേഷങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? പറയാനുണ്ടോന്നോ? പറയാനേ ഉള്ളൂ. പക്ഷെ ബർത്ത്ഡേ അന്ന് നീ എന്നെ ബീറ്റ് ചെയ്ത് കളഞ്ഞു. ബൊക്കെ ആയിട്ട് അവര് വന്നപ്പോ സന്തോഷാണോ ചമ്മലാണോ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ചമ്മുന്ന എന്തിനാ? ബർത്ത്ഡേയുടെ കാര്യം ഞാൻ സീക്രട്ടായി വെച്ചിരുന്നല്ലേ. ഓ, കാർഡ് നിനക്കൊരു സർപ്രൈസ് ആയിരുന്നു അല്ലേ? നീ അത് ഇത്രയും നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്നു ഞാൻ കരുതിയില്ല. കാർഡ് കണ്ടപ്പോ എന്ത് തോന്നി? ഭയങ്കര സന്തോഷം തോന്നി. വൈകുന്നേരം പ്രകാശ് കേക്കുമായി വന്നു. എല്ലാരും അറിഞ്ഞതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് സെലിബ്രേറ്റ് ചെയ്തോ? എന്തോന്ന് സെലിബ്രേഷൻ? ഞാൻ കേക്ക് മുറിച്ചു, പിള്ളേരെല്ലാം ചുറ്റും നിന്ന് ഹാപ്പി ബർത്ത്ഡേ പാടി, പിന്നെ പ്രകാശിന്റെ ഒലിപ്പീരും. ആ, അത് പറഞ്ഞപ്പോഴാ ഒരു സംഭവം ഉണ്ടായി. അതാണ് പ്രധാനമായിട്ടും പറയണമെന്ന് വിചാരിച്ച വിശേഷം. എന്താണോ പ്രധാന വിശേഷം? ഞങ്ങൾ ലാൽബാഗ് പോയിരുന്നു. ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം ഞാൻ എന്തോ ആലോചിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമായിരുന്നു.
അപ്പണ്ട് ഇതേ പ്രകാശ് ഒലിപ്പീരുമായി വരുന്നു. എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. നീ ഞാൻ പ്രകാശ്. ഓക്കെ എന്തെങ്ങനെ അവിടെ നോക്കുന്നെന്തിനാ? നീ എന്തോ നോയിക്കൊണ്ടിരിക്കുകയാണെന്നല്ലോ. ശരി. ഹലോ, എന്താ ഇവിടെ തനിച്ച്? എനിക്ക് കുട്ടിയോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണ്ടായിരുന്നു. As everybody under these circumstances, well, I'm a bit nervous. ഭയങ്കര ഇംഗ്ലീഷ്. You see, you know well. എനിക്ക് അപ്പോഴേ കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു പറയാനുള്ളത് എന്താന്ന് വെച്ചാ മടിയില്ലാതെ പറഞ്ഞു. പിന്നെ പുള്ളി സോന, പ്ലീസ് don't misunderstand me. പറയാൻ പലതവണ വിചാരിക്കുന്നു. വെൽ, എനിക്ക് കുട്ടി ഇഷ്ടമാണ്. I mean, I truly love you. കുട്ടിയുടെ റെസ്പോൺസ് എന്താണെന്ന് എനിക്കറിയില്ല. വെൽ, എന്തായാലും തുറന്നു പറയണം. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഞാൻ പറയാം. നീ പ്രകാശ്, ഓക്കെ? ഞാൻ പതുക്കെ പതുക്കെ നടന്ന് പ്രകാശിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് നീ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വായിച്ചേ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ? ഇതുപോലത്തെ സമയങ്ങളിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ. ഓ, അത് ക്ലാങ് ക്ലാങ് ക്ലാങ്. ഇനി സൈലൻസ്. ഞാൻ പ്രകാശിനെ ഒരു നിമിഷം ഇങ്ങനെ കണ്ണിലേക്ക് തന്നെ നോക്കി. എന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞൊന്ന് നീ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ല. എന്താ പറയാഞ്ഞേ? അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ നമ്മുടെ വെയിറ്റ് പോവില്ലടാ. ഞാൻ പറഞ്ഞു ആലോചിച്ച് പതുക്കെ ഒരു മറുപടി തരാമെന്ന്. നിനക്കെന്ത് തോന്നുന്നു? എനിക്കെന്ത് തോന്നാൻ? നിനക്കല്ലേ തോന്നണ്ടത്? അല്ല, ഞാനെന്ത് പറയണം? സത്യം അങ്ങ് പറയണം. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന്. അതിപ്പോ എനിക്ക് അറിയുന്നില്ലല്ലോടാ. അപ്പൊ സിമ്പിൾ, അങ്ങനെ പറ. പെട്ടെന്ന് ഏതായാലും അങ്ങനെ പറയണ്ട, അല്ലടാ. ഞാൻ എന്റെ മനസ്സിലിട്ട് ശരിക്കും ഒന്ന് കുലുക്കി നോക്കട്ടെ.